വെൽക്കം ടു രൂപാസ് കിച്ചൻ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ കണ്ടോ ഇതുപോലെ അടിപൊളിയായിട്ടുള്ള ഒരു ചിക്കൻ പെരട്ടാണ് ഉണ്ടാക്കുന്നത്. എന്ന് വെച്ചാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റും ആയിരിക്കും. ഉരട്ടി, പത്തിരി, അതുപോലെ ചപ്പാത്തി, ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലതാണ്. അതിൻ്റെ കൂടെ നല്ല അടിപൊളിയായിട്ടുള്ള ഉരട്ടിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ അതും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ ഫുൾ വീഡിയോ കാണണം. കണ്ടിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കണേ. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ആ ചിക്കൻ പെരട്ടുണ്ടാക്കാനായിട്ട്, അത് ഈസി ആയിട്ടുള്ള ചിക്കൻ പെരട്ടുണ്ടാക്കാനായിട്ട് ഞാൻ 1 കിലോ ചിക്കൻ വന്നിട്ട് ഇതുപോലെ നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതിൽ ആദ്യം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നേ. ഇനിയിപ്പോൾ ഇതിൽ നമ്മൾ ചേർക്കാനുള്ളത് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർത്തു. പിന്നെ വന്നിട്ട് ഒരു 1/2 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ അല്ല, മല്ലിപ്പൊടി വന്നിട്ട് 1 ടീസ്പൂൺ ചേർക്കാം. ഗരം മസാല പൗഡർ വന്നിട്ട് ഒരു 1/2 ടീസ്പൂൺ ചേർക്കാം. പിന്നെ കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ, അതും 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ മുളക് പൊടി ചേർക്കണം. ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്, അതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നു കേട്ടോ. നിങ്ങൾ എരിവുള്ള മുളക് പൊടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്തോണേ. നമ്മൾ ശകലം പെപ്പർ പൗഡർ ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ ചേർക്കാനുള്ളത് കുറച്ച് വിനീഗർ ചേർക്കാം. അത് ശകലം ചേർത്താൽ മതി, 1 ടീസ്പൂൺ മതി കേട്ടോ. വിനീഗർ 1 ടീസ്പൂൺ. വിനീഗർ പിന്നെ വേണ്ടാന്നുണ്ടെങ്കിൽ നാരങ്ങ നീരുണ്ടെങ്കിലേ അതും ചേർക്കാം, 1 ടീസ്പൂൺ. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ വന്നിട്ട് 1 ടേബിൾ സ്പൂൺ വരെ ആകാം. ഇത് നാടൻ പെരട്ടാണ്, അതുകൊണ്ട് നമുക്ക് വെളിച്ചെണ്ണ ചേർക്കാം. അതും ചേർത്തിട്ടുണ്ട്. ഇതും ചേർത്ത് നമ്മളിപ്പോൾ എല്ലാം ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ല രീതിയിലൊന്ന് കുഴയ്ക്കണം. എല്ലാം ചേർത്ത് നല്ല രീതിയിൽ കുഴച്ചെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ നല്ല രീതിയിൽ കുഴച്ചിട്ടുണ്ട്. ഉപ്പ് വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് പിന്നീട് ചേർത്തോളാം. ഉപ്പ് ഇപ്പോൾ കുറച്ച് കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ചേർത്തോളാം. ഇത് ഒരു 1/2 മണിക്കൂർ നമ്മൾ മാറിനേറ്റ് ചെയ്യാനായിട്ട് വെച്ചിരിക്കണം. ഇപ്പോൾ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇതെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിൽ വന്നിട്ട് ഞാനിപ്പോൾ ഒരു 7 ടേബിൾ സ്പൂൺ എണ്ണ ആണ് കേട്ടോ, ഒരു 1/4 കപ്പ് എണ്ണ. കുറച്ചുകൂടെ ചേർക്കാം എണ്ണ. ഞാനിപ്പോൾ തീരെ എണ്ണ കുറച്ച് ചേർക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതിപ്പോൾ ടേബിൾ സ്പൂൺ കണക്ക് നോക്കുമ്പോൾ ഒരു 8 ടേബിൾ സ്പൂൺ വരും. ഒരു 10 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം കേട്ടോ. ബാക്കി എണ്ണ വന്നാൽ നമുക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ എണ്ണ ഒന്ന് ചൂടാകട്ടെ. വെളിച്ചെണ്ണയാണ് കേട്ടോ, വെളിച്ചെണ്ണയാണ് ഇത് നല്ലത്. ഇപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ഒരു വെളുത്തുള്ളി ഉണ്ടല്ലോ, അതായത് ഒരു മുഴുവൻ വെളുത്തുള്ളി, അതിങ്ങനെ പൊടിയായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 പീസ് ഇഞ്ചി. അപ്പോൾ ഇത് വന്നിട്ട് ഇത് നിങ്ങൾ ചതച്ചും ഇടാം, അല്ലാതെ ഇങ്ങനെ കട്ട് ചെയ്തും പൊടിയായിട്ട് കട്ട് ചെയ്തും ഇടാം. ഇത് രണ്ടും കൂടെ ഒന്ന് വഴറ്റണം. വഴറ്റിയിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് ചെറുതായിട്ട് മാറണം. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട് കേട്ടോ. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ വരെ ആകാം കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു 4 സവാള ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 4 സവാള, അതായത് 1 കിലോ ചിക്കൻ്റെ അളവാണ് പറയുന്നത്. അതും കൂടെ നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം സവാള. മീഡിയത്തിന് ലോക്ക് ഇടയ്ക്ക് ഫ്ലെയിം വെച്ചോളാം. ഇതിൽ കൂടെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു. മീഡിയം ഫ്ലെയിമിൽ വെച്ചോളാം.
ഇപ്പോൾ കണ്ടോ നമ്മുടെ സവാള നല്ല രീതിക്ക് വാടി, അതായത് വഴണ്ട് അതിൻ്റെ എണ്ണയൊക്കെ പിരിഞ്ഞ് വരുന്നുണ്ട്. കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടും ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മളിതിൽ മാറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ചേർക്കുകയാണേ. അതായത് ഈ സവാള ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ട് ഈ ചിക്കൻ ഇട്ടതിന് ശേഷം അതും കൂടെ മിക്സ് ചെയ്യാം. അങ്ങനെയും ചെയ്യാം. പക്ഷേ ഞാനത് എണ്ണ ഇനിയും കൂടുതൽ വേണം, അതുകൊണ്ടാണ് ഞാൻ ഈ പ്ലാൻ എടുത്തത്. ഇങ്ങനെ ആകുമ്പോൾ ഇത് നല്ല ടേസ്റ്റും കാണും, പക്ഷേ അതിൻ്റെ പകുതി എണ്ണയെ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യണം. ഉപ്പ് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തോളാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചോളൂ. അത് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ചേർത്ത മസാലകളും എല്ലാം കൂടെ ചേരുമ്പോൾ നല്ല ഒരു മണമുണ്ട് കേട്ടോ. വളരെ എളുപ്പമാണ്. ഈ പിന്നെ സവോള വഴറ്റേണ്ട സമയം മാത്രമേ നമുക്ക് ആവുന്നുള്ളൂ കുറച്ച്. അത് ഞാൻ പറഞ്ഞ പോലെ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇത്രയും സമയം പോലും ആവത്തില്ല. ഇതിപ്പോൾ ഞാൻ ലോ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നല്ല രീതിയിൽ വഴറ്റിയെടുത്താണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമുക്കിതിൻ്റെ ഉപ്പൊക്കെ നോക്കിയിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഉപ്പ് നോക്കാം. ഉപ്പില്ല, നമ്മൾ കുറച്ച് ആദ്യം ചേർത്തോളൂ. അതുപോലെ ഒരു ഭാഗം കൂടെ ചേർക്കേണ്ടി വരും. അപ്പം നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾ ചേർത്തോണം കേട്ടോ. എരിവൊക്കെ പാകത്തിനായിരിക്കും. ഒരുപാട് കൂടുതൽ എരിവ് കഴിക്കുന്നവർക്ക് ആണെങ്കിൽ ശകലം കൂടെ മുളക് പൊടി ചേർക്കാം. അപ്പം ഞാനിതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. വേകട്ടെ. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 10 മിനിറ്റ് ആകുമ്പോൾ നമ്മുടെ ചിക്കൻ റെഡിയാവും കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കണം. അടിപിടിക്കത്തൊന്നുമില്ല. ഫ്ലെയിം കുറച്ച് വെച്ചിരിക്കുകയാണ്. ആ ചിക്കൻ്റെ സവാളയിലുള്ള വെള്ളമൊക്കെ വന്നിട്ട് വെന്ത് കിട്ടും. തുറന്ന് നോക്കാം. കണ്ടോ, ആ ചിക്കനിൽ നിന്ന് വെള്ളം മൂടി വന്നിട്ടുണ്ട്. നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. നല്ല രീതിയിൽ മിക്സ് ചെയ്തേക്കാം. നിങ്ങൾ ഉപ്പോ എരിവോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കൂടുതൽ ആവശ്യം ഉണ്ടെങ്കിൽ ചേർക്കാം, കുഴപ്പമില്ല. ഞാനിപ്പോൾ ചേർത്തൊക്കെ നോർമലായിട്ടാണ്, കൂടുതൽ എരിവൊന്നും ഇല്ല. ഒന്ന് ചെക്ക് ചെയ്യാം. ശകലം ഉപ്പും കൂടെ ചേർക്കാം കേട്ടോ. അതായത് ഒരു നുള്ള് മതി. ഉണ്ടോ, 2 പിഞ്ചേ ചേർത്തോളൂ. അതും കൂടെ ചേർത്തിട്ടൊന്ന് ഇളക്കാം. നമ്മളിതിൽ പച്ചമുളകൊന്നും ചേർക്കുന്നില്ല. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ ചിക്കനും കൂടെ വെന്ത് കിട്ടും. നമുക്ക് തുറന്ന് നോക്കാം. നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം. നമുക്ക് ഈ ചിക്കനിൽ കൂടി ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് അടിയോട് ചേർത്ത് ഇളക്കി കൊടുക്കണം കേട്ടോ. പിന്നെ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് നല്ല രീതിയിൽ ഡ്രൈ ആയി കിട്ടണം നമ്മുടെ ചിക്കൻ പെരട്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ നല്ല മൊരിഞ്ഞും കിട്ടും, നല്ല വെന്ത് കിട്ടും. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നല്ല രീതിയിൽ വെന്ത് കാണും.
അടിയോട് ചേർത്ത് ഇളക്കി കൊടുക്കണം കേട്ടോ. പക്ഷെ നമ്മളിതിൻ്റെ ഒരു തുള്ളി വെള്ളം പോലും ചേർത്തിട്ടില്ല. അപ്പോൾ നമ്മൾ ചേർത്ത അരപ്പും എല്ലാം കൂടെ ചേർന്നിട്ട് കണ്ടോ നല്ല രീതിയിലായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് കുറച്ചിങ്ങനെ ഇരുന്നോട്ടെ. തീരെ ഡ്രൈ ആയാലും നമുക്ക് അതിൻ്റെ കൂടെ കഴിക്കാൻ ശകലം ഒരു മയം വേണ്ടേ. അതുകൊണ്ട് നമ്മുടെ പെരട്ട് ഇതുപോലെ തന്നെ ഇരുന്നോട്ടെ. ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ മസാല ഉണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ചേർക്കാം. പക്ഷെ ഞാനിപ്പോൾ അത് ചേർക്കുന്നില്ല. ഞാനിപ്പോൾ കുറച്ച് കറിവേപ്പില ചേർക്കാം. കറിവേപ്പില ചേർത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കറിവേപ്പില കുറച്ച് കൂടുതൽ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഉണ്ടോ നമ്മൾ ഒഴിച്ച എണ്ണയൊക്കെ കറക്റ്റായിട്ടുണ്ട്. മസാല എല്ലാം കറക്റ്റായിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എരിവ് കൂടുതൽ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറിലേ ഞാൻ ചേർത്തത്. അതിന് പകരം നിങ്ങൾക്ക് 3 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നേ. അപ്പോൾ കണ്ടോ നമ്മുടെ ചിക്കൻ പെരട്ട് വളരെ എളുപ്പത്തിൽ തന്നെ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതിന് പറ്റിയ ഒരു ഒറട്ടിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇന്ന് ഇതിന് കോമ്പിനേഷനായ ഒറട്ടി നമുക്ക് ഉണ്ടാക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അത് എങ്ങനെ ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഒറട്ടി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതിന് 2 കപ്പും പച്ചരിപ്പൊടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് വീട്ടിൽ പൊടിച്ച് വെച്ചിരിക്കുക. കടയിൽ നിന്ന് വാങ്ങിക്കണമായാലും കുഴപ്പമില്ല. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ വാങ്ങിക്കുമല്ലോ അരിപ്പൊടി, അത് തന്നെ ധാരാളം മതി. പക്ഷേ ഫൈൻ പൗഡർ ആയിരിക്കണം, അത് അത്യാവശ്യമാണ്. ഓക്കെ, അപ്പോൾ ഇത് 2 കപ്പ് എടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിൽ ഒരു 4 കപ്പ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലിപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഉപ്പ്, 2 കപ്പ് മാവിന് എത്ര ഉപ്പാണോ ആവശ്യം അത്രയുള്ള ഉപ്പും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇതൊന്ന് തിളക്കട്ടെ. അപ്പോൾ നമ്മുടെ വെള്ളം നല്ല രീതിയിൽ തിളയ്ക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മാവിട്ട് കൊടുക്കാം. ഫ്ലെയിം തീരെ ലോ ഫ്ലെയിം ആക്കി വെച്ചോണേ. എന്നിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചേക്കാം. ഈ വെള്ളത്തിൽ തന്നെ നമ്മുടെ മാവ് നല്ല രീതിയിൽ വെന്ത് കിട്ടും. ഇനിയിപ്പോൾ നമ്മളിതിന് 1 സ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ നല്ല ജീരകം. അതിടുമ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ നമ്മുടെ ഒറട്ടിക്ക്. 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുന്നേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് തേങ്ങ ചേർക്കണം. ഈ തേങ്ങ വന്നിട്ട് നമുക്ക് ഇഷ്ടം പോലെ ചേർത്തോളാം. ഞാനിപ്പോൾ ഇതിൽ 1 കപ്പ് തേങ്ങ ചേർക്കുന്നേ. നിങ്ങൾക്ക് 1/2 കപ്പ് മതി എന്നുണ്ടെങ്കിൽ, തേങ്ങ അധികം ഉപയോഗിക്കാത്തവരാണെങ്കിൽ 1/2 കപ്പ് മതി. ഇല്ലാന്നുണ്ടെങ്കിൽ 2 കപ്പ് വേണമെങ്കിലും ചേർക്കാം. തേങ്ങയൊക്കെ അവരവരുടെ ഇഷ്ടം പോലെ ചേർത്തോളാം. അപ്പോൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. എല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കണ്ടോ, മിക്സ് ചെയ്യുമ്പോൾ അടിയിൽ നിന്ന് ഇങ്ങനെ ഇളകി വരും. അതുപോലെ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് തണുക്കാനായിട്ട് വയ്ക്കണം. അപ്പം നമ്മുടെ മാവ് നല്ലപോലെ തണുത്തിട്ടുണ്ട്. ഇത് കയ്യിൽ കുറച്ച് വെള്ളമോ ഇല്ലാന്നുണ്ടെങ്കിൽ നെയ്യോ എന്തെങ്കിലും പുരട്ടിയിട്ട് നമുക്ക് മാവെടുക്കാം. വലിയ ഒരു ഉരുളയായിട്ട് തന്നെ എടുത്തോളാം. ബാക്കിയുള്ള മാവ് നമ്മൾ എടുത്തിട്ട് അടച്ചു വെക്കണം, ഇല്ലെങ്കിൽ തീരെ ഡ്രൈ ആയി പോകും. പരത്താനായിട്ട് ഒരു ഇല എടുത്തിട്ടുണ്ട്. ഇല ഇല്ലാത്തവരാണെങ്കിൽ ഒരു പ്ലേറ്റിൽ ശകലം എണ്ണയോ പിന്നെ നെയ്യോ വല്ലതും ഒക്കെ പുരട്ടിയിട്ട് പ്ലേറ്റിൽ ഇങ്ങനെ വെച്ച് പരത്തിയെടുത്താൽ മതി. തീരെ ഷേപ്പ് വേണമെന്നുള്ളവർ ഒരു പാത്രം വെച്ച് ഷേപ്പാക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ നമ്മളിപ്പോൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ തീരെ ഷേപ്പ് വേണമെന്നില്ല. എന്നാലും അഥവാ ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഒരു പാത്രം വെച്ചിട്ട് നമുക്ക് അതിൻ്റെ അളവിന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇത് പരത്തുമ്പോൾ കയ്യിൽ കുറച്ച് വെള്ളം നനച്ചിട്ട് പരത്തി കൊടുക്കാം. വെള്ളത്തിൽ കൈ മുക്കിയിട്ടേ പരത്താം. പത്തിരിയാണ് തീരെ നൈസായിട്ട് പരത്തുന്നത്. ഇപ്പം ഒറട്ടി തീരെ നൈസായിട്ട് പരത്തണമെന്നില്ല. ഇടയ്ക്കിടയ്ക്ക് കൈ വെള്ളത്തിൽ നനച്ചിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒരു അടപ്പ് വെച്ചിട്ട് ഷേപ്പ് ചെയ്ത് വേണമെങ്കിൽ ഷേപ്പ് ചെയ്തെടുക്കാം. കണ്ടോ, ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഷേപ്പായിട്ട് കിട്ടും. ഇതങ്ങനെ നമ്മൾ കല്ലിലോട്ട്
കമഴ്ത്തി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒക്കെ കല്ലിൽ വെന്ത് കിട്ടും. ഈ വാഴയിലോട് കൂടി അങ്ങനെ എടുത്തിട്ട് കൊടുത്താൽ മതി കേട്ടോ. അതിനായിട്ട് നമ്മൾ കല്ല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ആദ്യം നിന്ന് ചെറുതായിട്ട് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് കമഴ്ത്തി ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഒന്ന് ചൂട് കൊണ്ട് അങ്ങനെ ഇളകി വന്നോളൂ. അടുത്തത് ഇതുപോലെ തന്നെ ഞാൻ പരത്തിയേക്കാം. ഇനിയിപ്പോൾ ഇത് നമുക്ക് മറിച്ചും തിരിച്ചും ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കണം. അത്രയേ ഉള്ളൂ. പെട്ടെന്ന് റെഡിയാവും. കാരണം നമ്മൾ വേവിച്ച മാവാണ് അത് കാരണം വേകാൻ സമയമൊന്നും ആകത്തില്ല. ഇതും അതുപോലെ വെന്ത് കിട്ടട്ടെ. അപ്പോൾ അടുത്തത് നമുക്ക് നല്ല രീതിയിൽ ചുവന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ മാറ്റാം. ബാക്കിയുള്ളത് ഇതുപോലെ ഞാൻ ചെയ്തെടുത്തോളാം. കണ്ടോ, നമ്മുടെ ഒറട്ടിയും ചിക്കൻ പെരട്ടും സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കണം. ഓക്കെ, താങ്ക് യു.